today we will discuss about the method of variation of parameters. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ഉള്ള നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ മുന്നത്തെ മെത്തേഡിൽ പഠിച്ചു. അപ്പോൾ ഇനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വല്ല ഫങ്ഷൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിന് നമ്മൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ എന്താ ഞാൻ പറയാം. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താ എന്ന് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. അതിന് ശേഷം നമുക്ക് ആ മെത്തേഡ് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ കോഎഫിഷ്യൻറ്റുകൾ എന്താ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ അതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. റീറൈറ്റ് ദ ഗിവൺ സ്റ്റാൻഡേർഡ് given second order linear differential equation in the standard form y double dash plus p of x y dash plus q of x equal to f of x. അപ്പോൾ ഈ ഫോമിലേക്ക് നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി q of x into y കൂടെ ഉണ്ട് കേട്ടോ. q of x into y. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുക, അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ സൊല്യൂഷൻ കാണും. ഇവിടെ റൈറ്റിൽ എഫ് ഓഫ് എക്സ് ഉണ്ട്, നോൺ ഹോമോജീനിയസ് ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുക, അതിന്റെ സൊല്യൂഷൻ കാണുക. അപ്പോൾ സൊല്യൂഷൻ ആണ് ഇത് y c equal to c1 y1 plus c2 y2. Find the complementary function yc equal to c1 y1 plus c2 y2 and then compute the Wronskian. Wronskian നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? Wronskian y1 y2 Wronskian കാണാം. Wronskian of y1 y2 equal to y1 determinant of y1 of x y2 of x y1 dash of x y2 dash of x. Wronskian കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് assuming yp of x equal to u1 of x into y1 of x plus u2 of x into y2 of x to be a particular solution. അപ്പോൾ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്യുക. u1 into y1 of x plus u2 into y2 of x. u1 and u2 എന്താന്ന് പറയാൻ പോകുന്നുള്ളൂ. കാൽക്കുലേറ്റ് u1 and u2 using the following ഫോർമുലാസ് ഞാൻ പറയാം. u1 of x u2 of x ഇതാണ്. u1 of x equal to integral minus y2 of x into f of x divided by Wronskian of y1 y2 dx. And u2 of x എന്ന് പറയുന്നതാണ് integral y1 of x into f of x divided by Wronskian of y1 y2 into dx. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്താൽ u1 കിട്ടും u2 കിട്ടും. പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ? u1 into y1 plus u2 into y2 ആണ്. അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഹിയർ വി ക്യാൻ അവോയ്ഡ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷനിൽ സാധാരണ കോൺസ്റ്റന്റ് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ കോൺസ്റ്റന്റ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. u1 u2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? yp കാണാം അല്ലേ? A particular solution is yp equal to u1 y1 of x plus u2 y2 of x, and the general solution is എന്ത് വരും? y of x equal to yc of x plus yp of x. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മെത്തേഡിൽ ആദ്യം കണ്ടുപിടിക്കുന്നത്. തന്നിട്ടുള്ള ഫോമിൽ നിന്ന് എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. അതിനുശേഷം അതിലത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ യൂസ്ഫുൾ ആണ്. പിന്നെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാം. അതിൽ y1 y2 എഴുതുക, അതിൽ റോൺസ്കിയൻ കണ്ടുപിടിക്കുക, അതിനുശേഷം u1 u2 കണ്ടുപിടിക്കുക, അതിനുശേഷം പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ജനറൽ സൊല്യൂഷൻ എഴുതുക. ഇത്രയേ ഉള്ളൂ മെത്തേഡ്. അപ്പോൾ ഇതെങ്ങനെ വന്നു, ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ u1 u2 ഒക്കെ ഇങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ഹയർ ഓർഡർ ഇക്വേഷൻ്റെ കേസും ഇതുപോലെ തന്നെ പറയും. അപ്പോൾ ഇത് വന്നത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. അതാണ് മെത്തേഡ് ഓഫ്
മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മെത്തേഡാണ്. അപ്പം മെത്തേഡിൽ നിന്ന് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ആണിത്. ഈ ഫോം വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്താന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഇപ്പോൾ ഏത് ഫോമിലാണെങ്കിലും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഞാൻ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കും. ഇപ്പോൾ y ഡബിൾ ഡാഷിന് ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും, മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കും. സ്റ്റാൻഡേർഡ് ഫോം ഇതാണല്ലോ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വി ഫസ്റ്റ് കൺസിഡർ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, then write the given linear differential equation in standard form as y double dash plus p of x y dash plus q of x y equal to f of x. ഇവിടെ p, q and f are continuous functions of x ആണ്. കോൺസ്റ്റന്റും ആവാൻ കുഴപ്പമൊന്നുമില്ല. പിയും ക്യൂവും എഫും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ the related homogeneous equation എന്താ വരിക, homogeneous equation y double dash plus p of x y dash plus q of x y equal to 0 ആണ്. ഇതാണ് corresponding homogeneous differential equation. അപ്പോൾ പിയും ക്യൂവും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ജനറൽ സൊല്യൂഷൻ എഴുതാം അല്ലേ. The continuity of p and q implies that the above homogeneous equation has a solution, complementary solution yc of x equal to c1 y1 of x plus c2 y2 of x. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇനി മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ c1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന് പകരം u1 of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ടും c2 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന് പകരം ഒരു u2 of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനെ yp ആയിട്ട് എടുക്കാം. For the method of variation of parameters involve replacing the constants c1 and c2 by functions u1 of x and u2 of x to be determined so that we obtain a particular solution yp of x equal yp of x. So, consider yp of x equal to u1 of x into y1 of x plus u2 of x into y2 of x ആയിട്ട് എടുത്തു. ഇനി u1 u2 എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ സെക്കൻഡ് ഓർഡറിനും ഇങ്ങനെ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് u1 of x u2 of x കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, yp of x yp dash of x yp double dash of x ഒക്കെ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ അത് yp dash of x കണ്ടുപിടിക്കുക. എന്ത് വരും, u1 of x into y1 dash of x plus u2 of x into y2 dash of x plus u1 dash of x into y1 of x plus u2 dash of x into y2 of x. അപ്പോൾ ഇതാണ് yp dash of x എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് yp ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം അല്ലേ, yp ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കുറേ വലിയ ഫംഗ്ഷനായി മാറും. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ എക്സ്പ്രഷനെ 0 ആയിട്ട് എടുത്തു. ഈ എക്സ്പ്രഷനെ 0 ആയിട്ട് എടുത്തു. അപ്പോൾ അനദർ ഡിഫറൻഷിയേഷൻ will introduce second derivatives of the unknown functions u1 and u2. We avoid this complication by requiring the second expression in parenthesis to vanish
u1 dash of x y1 of x plus u2 dash of x y2 of x അല്ലേ. അപ്പം ഇനി ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, u1 ഡബിൾ ഡാഷ് ഒക്കെ വരും, u2 ഡബിൾ ഡാഷ് വരും. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട്, ഇപ്പം ഡബിൾ ഡാഷ് വരുന്ന കേസ് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതിനെ 0 ആയിട്ട് എടുത്തു. u1 ഡാഷും u2 ഡാഷ് വരെയൊക്കെ മതി. u1 ഡബിൾ ഡാഷും u2 ഡബിൾ ഡാഷും ഒഴിവാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ ടേമിനെ ഞാൻ 0 ആയിട്ട് എടുക്കുക. അപ്പം എന്ത് വരും, u1 dash of x into y1 of x plus u2 dash of x into y2 of x എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 5. ഇനി എന്ത് ചെയ്യാം, ഇപ്പോൾ yp ഡാഷ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി yp ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാലോ. അതെന്ത് വരും, yp ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് u1 of x into y1 ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് u1 ഡാഷ് ഓഫ് എക്സ് into y1 dash of x plus u2 of x into y2 double dash of x plus u2 dash of x into y2 dash of x. ഇത് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ yp ഡബിൾ ഡാഷ് കിട്ടി, yp ഡാഷ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് these values ഏതൊക്കെയാ, ഇക്വേഷൻ നമ്പർ 4, 5 ആൻഡ് 6 ഇൻ ഇക്വേഷൻ നമ്പർ 1 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ വൈക്ക് പകരം yp സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y ഡാഷിന് പകരം yp ഡാഷും y ഡബിൾ ഡാഷിന് പകരം yp ഡബിൾ ഡാഷും ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പം ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, u1 of xന്റെ ടേമുകൾ ഒരുമിച്ചെടുക്കുക, അതുപോലെ u2 of xന്റെ ടേം ഒരുമിച്ചെടുക്കുക, അങ്ങനെ ആ ഫോമിലേക്ക് മാറ്റും. അപ്പോൾ u1 of x വരുന്ന ടേമൊക്കെ ഒരുമിച്ചെടുക്കും. u1 of x ഏതിലൊക്കെ വരും, y1 ഡബിൾ ഡാഷ്, അതുപോലെ p y1 ഡാഷ്. അത് എഴുതിയിട്ട് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. ആ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതിയില്ല. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, yp ഡബിൾ ഡാഷ് എഴുതുക പ്ലസ് p of x into yp ഡാഷ് എഴുതുക, q of x into yp ഈക്വൽ ടു f of x എന്ന് എഴുതാം. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിൽ നിന്ന് u1 of x ഉള്ള ടേം ഒരുമിച്ച് എടുക്കുക. ഇത്രയും ടേമുകളിൽ u1 of x ഉണ്ട്. അടുത്ത u2 of x ഉള്ള ടേം എടുക്കുക, ഇതാ y2 ഡബിൾ ഡാഷ് പ്ലസ് p y2 ഡാഷ് പ്ലസ് q y2. ഇത്രയും സ്ഥലത്ത് u2 of x വരുന്നുണ്ട്. ഇനി അടുത്ത ബാക്കി വരുന്നത് u1 dash of x into y1 dash of x plus u2 dash of x into y2 dash of x which is equal to f of x എന്ന് വരും ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിലേക്കാവും. അപ്പം ഞാൻ yp ഡബിൾ ഡാഷ് ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, yp ഡാഷ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, yp ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ ഫോമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ആ സ്റ്റെപ്പും കൂടെ എഴുതാം കേട്ടോ. അപ്പം എന്ത് വരും, ഇവിടെ നമുക്കറിയാം y1ഉം y2ഉം സൊല്യൂഷൻസ് ആണ് അല്ലേ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് y1ഉം y2ഉം സൊല്യൂഷൻസ് ആയതുകൊണ്ട് ഈ വാല്യൂ എന്ത് വരും, y1 ഡബിൾ ഡാഷ് പ്ലസ് p y1 ഡാഷ് പ്ലസ് q y1 എന്ന് പറയുന്നത് 0 വരും. അതുപോലെ ഇതും 0 വരും. അപ്പോൾ ഈ രണ്ട് ടൈം ഒഴിവായിപ്പോൾ ഇത്രയേ ഉള്ളൂ, u1 dash of x into y1 dash of x plus u2 dash of x into y2 dash of x equal to f of x. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ നമ്പർ 8. ഇനി എന്ത് ചെയ്യാം, നമ്മൾ മുന്നേ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, u1 dash of x y1 of x
പ്ലസ് u2 ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു y2 ഓഫ് എക്സ് 0 ആണ് നമ്മൾ എടുത്തിരുന്നത് അല്ലേ. ആ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ നോക്കി, ഇവിടെ രണ്ടും നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഏതാ, u1 ഡാഷ് ഓഫ് എക്സും ഇവിടെ u2 ഡാഷ് ഓഫ് എക്സും. ഇത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ട് മാറിയില്ല, 2 ഇക്വേഷന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ട് മാറി. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക, ഇത് രണ്ടാമതായിട്ട് എടുക്കുക. രണ്ടും കൂടെ ഒന്നും കൂടെ എഴുതാം. ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇതിനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി ഇത് തന്നെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് u1 ഡാഷ് ഓഫ് എക്സും u2 ഡാഷ് ഓഫ് എക്സും ആണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ക്രാമേഴ്സ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും, u1 ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റത്തെ അല്ല കണ്ടുപിടിക്കണേ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തേന് പകരം 0യും എഫ് ഓഫ് എക്സ് എഴുതുക, പിന്നെ y2 ഓഫ് എക്സും y2 ഡാഷ് ഓഫ് എക്സ് എഴുതുക, ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് y1 ഓഫ് എക്സ് y2 ഓഫ് എക്സ് y1 ഡാഷ് ഓഫ് എക്സ് y2 ഡാഷ് ഓഫ് എക്സ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, u1 ഡാഷ് ഓഫ് എക്സ് കിട്ടും. അപ്പൊ ഇവിടെ ഇതെന്താ കിട്ടുക, ഇവിടെ 0 കിട്ടും, ഇവിടെ മൈനസ് y2 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഇതെന്ത് വരും, y1 ഓഫ് എക്സ് ഇൻറ്റു y2 ഡാഷ് ഓഫ് എക്സ് മൈനസ് y2 ഓഫ് എക്സ് ഇൻറ്റു y1 ഡാഷ് ഓഫ് എക്സ്. ഇതെന്താ ശരിക്കും റോൺസ്കിയൻ ഓഫ് y1 y2 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, മൈനസ് y2 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2. അപ്പോൾ u1 ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇതുപോലെ എന്ത് ചെയ്യുക, u2 ഡാഷ് ഓഫ് എക്സും കണ്ടുപിടിക്കുക. u2 ഡാഷ് ഓഫ് എക്സും കൂടി ഇതുപോലെ കണ്ടുപിടിക്കുക. u2 ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ y1ഉം ഇവിടെ y1 ഡാഷ് ഓഫ് എക്സും വരും, ഇവിടെ 0യും എഫ് ഓഫ് എക്സും ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ റോൺസ്കിയൻ തന്നെ, y1 ഓഫ് എക്സ് y2 ഓഫ് എക്സ് y1 ഡാഷ് ഓഫ് എക്സ് y2 ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് വരും, ഇവിടെ y1 ഇൻറ്റു എഫ് ഓഫ് എക്സ് വരും, താഴെ ഇത് റോൺസ്കിയൻ ഓഫ് y1 y2 ആ. മെത്തേഡ് നിങ്ങൾക്ക് ക്രാമേഴ്സ് റൂൾ ഓർമ്മയുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് u2 ഡാഷ് ഓഫ് എക്സ് വന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് u1 u2 ആണ് കണ്ടുപിടിക്കേണ്ടത്. u1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിന് കിട്ടിയിട്ടുള്ള u1 ഡാഷിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ u1 കിട്ടും, u2 ഡാഷിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, u2 കിട്ടും. അപ്പോൾ u1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താ കിട്ടുക, u1 എന്ന് പറഞ്ഞാൽ u1 ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മൈനസ് y2 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ റോൺസ്കിയൻ y1 y2 കിട്ടും. u2 എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് dx y1 ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 dx. അപ്പോൾ u1 u2 കിട്ടി. ഇനി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതാലോ. therefore yp of x equal to എന്ത് കിട്ടും, y1 ഇൻറ്റു ഈ u1 എഴുതാം പ്ലസ് y2 ഇൻറ്റു u2. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ശരിക്കും ഈ ഇക്വേഷൻ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. y2 എഫ് ഓഫ് എക്സ് ഒക്കെ നമുക്കറിയാം അല്ലേ, y1 എഫ് ഓഫ് എക്സ് നമുക്കറിയാം.
റോൺസ്കിയനും അറിയാം. അപ്പോൾ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സെക്കൻഡ് ഓർഡറിന്റെ കേസിലാണെങ്കിലാണ് ഇങ്ങനെ. ഇനി ഹയർ ഓർഡർ വരുമ്പോൾ എങ്ങനെ വരും നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോം ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് ഹയർ ഓർഡർ ഇക്വേഷന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാ നോക്കാം. ഹയർ ഓർഡർ ഇക്വേഷനാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷന് സ്റ്റാൻഡേർഡ് ഫോം, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു c1y1 പ്ലസ് c2y2 പ്ലസ് nth ഓർഡർ ആണല്ലോ പ്ലസ് എക്സെട്ര പ്ലസ് cn/yn is the complementary function for the above equation. ഇതായിരിക്കും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് yc. പിന്നെ എന്ത് ചെയ്യുക? പർട്ടിക്കുലർ സൊല്യൂഷൻ ചൂസ് ചെയ്യുക. ദെൻ പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് yp of x ഈക്വൽ ടു u1 of x into y1 of x plus u2 of x into y2 of x plus etc plus un of x into yn of x. ഇതായിരിക്കും പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ ഇനി u1 u2 എക്സെട്ര un കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് n ഇക്വേഷൻസ് കിട്ടും. u1 u2 ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവിടെ n ഇക്വേഷൻസ് കിട്ടും. ആ n ഇക്വേഷൻസ് ഇതായിരിക്കും y1 u1 dash plus y2 u2 dash plus etc plus yn un dash equal to 0. അടുത്ത ഇക്വേഷൻ y1 dash u1 dash plus y2 dash u2 dash plus etc plus yn dash un dash equal to 0. അങ്ങനെ എക്സെട്ര. അടുത്തതിൽ y2 dash u1 dash y1 ഡബിൾ ഡാഷ് u1 dash y2 ഡബിൾ ഡാഷ് u2 dash അങ്ങനെ ആ ഫോമിൽ വരും. അങ്ങനെ എക്സെട്ര. ലാസ്റ്റത്തെ വരുമ്പോൾ y1 n-1th ഡെറിവേറ്റീവ് u1 dash പ്ലസ് y2 n-1th ഡെറിവേറ്റീവ് u2 dash പ്ലസ് എക്സെട്ര പ്ലസ് yn n-1 un dash ഈക്വൽ ടു ഇതിൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതായത് നമുക്ക് ലാസ്റ്റ് സോൾവ് ചെയ്യുന്ന ആ nth ഡെറിവേറ്റീവ് കാണുമ്പോൾ n-1th ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇക്വേഷൻ എഫ് ഓഫ് എക്സ്. അപ്പം ഇങ്ങനത്തെ n ഇക്വേഷൻസ് ഉള്ളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടും. അപ്പം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രാമേഴ്സ് റൂൾ തന്നെ യൂസ് ചെയ്യണം. അപ്പം ഇവിടെ n ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ച് ചെയ്യും അല്ലേ. അപ്പോൾ യു കെ ഡാഷ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇവിടെ u1 dash കണ്ടുപിടിക്കാം w k ഡിവൈഡഡ് ബൈ w എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ റോയിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ എഴുതും. അതാണ് w k എന്ന് പറയുന്നത്. എന്നിട്ട് ഡിറ്റർമിനന്റ് കാണും. w എന്ന് പറഞ്ഞാൽ റോൺസ്കിയൻ അല്ലേ. ഇപ്പോൾ w2 ആണ് കണ്ടെങ്കിൽ സെക്കൻഡ് കോളം മാറ്റിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഫങ്ഷൻസ് എഴുതും. അപ്പം അങ്ങനെ ആണ് നമ്മൾ എന്ത് ചെയ്യുക? u1 dash u2 dash ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബൈ ക്രാമേഴ്സ് റൂൾ u1 dash ഈക്വൽ ടു എന്ത് വരും? w1 ബൈ w u2 dash എന്ന് പറയുന്നത് w2 ബൈ w അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. എന്ന് വെച്ചാൽ w1 എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനന്റ് കാണുമ്പോൾ ആ ഫസ്റ്റത്തെ കോളം മാറ്റിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഫങ്ഷൻസ് ആ കോളത്തിൽ എഴുതും. അതിന്റെ ഡിറ്റർമിനന്റ് കാണും. ആ റോൺസ്കിയൻ എഴുതുന്നതിൽ ഫസ്റ്റത്തെ കോളം മാറ്റിയിട്ട്. സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് കോളം മാറ്റിയിട്ട് അവിടെ ഈ ഫങ്ഷൻസ് എഴുതും. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുക? u1 u2 അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, യു കെ ഡാഷ് കണ്ടുപിടിക്കുന്നത്. അതിന് ശേഷം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? u1 u2 എക്സെട്ര കിട്ടും. അപ്പോൾ നമുക്ക് ഇത് തേർഡ് ഓർഡർ ഫോർത്ത് ഓർഡർ വരെയൊക്കെ ചോദിക്കാറുള്ളൂ.
അധികവും സെക്കൻഡ് ഓർഡർ ആണ് ചോദിക്കാറ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് എന്തായാലും ക്ലാസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു കൊസീക് എക്സ്. ഇപ്പോൾ ഈ കൊസീക് എക്സിന്റെ കേസിലുള്ളതൊന്നും നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ല അല്ലേ. ഇപ്പോൾ അതിന് പകരമായിട്ടുള്ള പർട്ടിക്കുലർ ഇന്റഗ്രൽ ഒക്കെ ചൂസ് ചെയ്തിട്ട് ചോയ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെ ചെയ്യാം, ഇപ്പൊ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതില് ഹോമോജീനിയസിൽ ഇവിടെ കോഎഫിഷ്യന്റുകൾ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് എളുപ്പം കിട്ടും. അപ്പൊ the given differential equation is y double dash plus y equal to cosec x. Hence f of x equal to ഇവിടെ എന്താണ്, cosec x ആണ്. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ? സ്റ്റാൻഡേർഡ് ഫോമിലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് y double dash plus y equal to 0. ആൻഡ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എം സ്ക്വയർ ഈക്വൽ ടു -1 വിച്ച് ഇംപ്ലൈസ് എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ഹെൻസ് ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വൈ സി ഈക്വൽ ടു എന്ത് വരും, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താ, 0 ആണ്, ബീറ്റ മാത്രമേ ഉള്ളൂ, 1 ആണ്. അപ്പോൾ c1 cos x പ്ലസ് c2 sin x കിട്ടും. ഈ പവർ ആൽഫ, ഈ പവർ 0 ഇതിന്റെ കൂടുതലുണ്ട്, ഈ പവർ 0 1 ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും, y1 of x ഈക്വൽ ടു cos x ആൻഡ് y2 of x ഈക്വൽ ടു sin x കിട്ടി. ഹിയർ y1 of x ഈക്വൽ ടു cos x ആൻഡ് y2 of x equal to sin x. നമുക്ക് റോൺസ്കിയൻ കാണാം. റോൺസ്കിയൻ ഓഫ് y1, y2 equal to ഡിറ്റർമിനന്റ് ഓഫ് y1 of x, y2 of x, y1 dash of x, y2 dash of x. y1 of x എന്താ, cos x, y2 of x sin x, y1 dash എന്ന് പറയുമ്പോൾ മൈനസ് sin x, ഇവിടെ cos x. ഡിറ്റർമിനന്റ് ആണ് ഇവിടെ cos ഇൻറ്റു കോസ്, അപ്പോൾ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ ഇൻറ്റു സൈൻ, സൈൻ സ്ക്വയർ വരും, ഇവിടെ മൈനസ് കൂടെ ആകുമ്പോൾ പ്ലസ് ആവും, സൈൻ സ്ക്വയർ എക്സ്. എത്രയാ, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. ഇനി എന്ത് ചെയ്യുക, പർട്ടിക്കുലർ ഇന്റഗ്രൽ നമ്മൾ എന്തായിട്ട് എടുത്തു, let us take a particular solution of the given differential equation to be yp of x equal to yp of x equal to u1 of x into y1 of x plus u2 of x into y2 of x ആയിട്ട് എടുത്തു. ഇനി u1 u2 കണ്ടുപിടിക്കണം. അപ്പോൾ by method of variation of parameters u1 of x equal to integral minus y2 of x into f of x divided by Wronskian of y1 y2 dx which is equal to integral minus y2 എന്ന് പറഞ്ഞാൽ എന്താ, sin x ആണ്, ഇത് cosec x divided by Wronskian 1 ആണ് dx. cosec എന്ന് പറഞ്ഞാൽ എന്താ, 1 by sin ആണ്, അപ്പോൾ ആ സൈനും സൈനും കൂടെ കട്ടായി പോയി -1 ആവും, -1 ആണ് ഇവിടെ ഉണ്ടാവുക, -1ന്റെ അല്ലേ, അപ്പോൾ മൈനസ് ഇന്റഗ്രൽ 1 dx എന്ത് കിട്ടും, -x. അടുത്ത u2 of x which is equal to integral y1 of x into f of x divided by Wronskian of y1 y2 dx. y1 എന്താ, cos x cosec x by Wronskian എന്ന് പറഞ്ഞാൽ 1. ഇവിടെ cos x by sin x വരും അല്ലേ, അപ്പോൾ ഇന്റഗ്രൽ cos x by cosec നെ 1 by sin എഴുതി dx ആക്കി.
എന്ന് വെച്ചാൽ എന്താ, ഇന്റഗ്രൽ എന്ത് വരും, ലോഗ് മോഡ് സൈൻ എക്സ്. അപ്പൊ ഇതാണ് u2 എന്ന് പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി, y1 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് y2 ഇൻറ്റു ലോഗ് മോഡ് സൈൻ എക്സ്. അപ്പോൾ yp ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു y1 എന്താ, y1 ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് u2 എന്ന് പറയുന്നത് ലോഗ് മോഡ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഈ സൈൻ എക്സ് ആദ്യം എഴുതിക്കും, ഇതിൻ്റെ കൂട്ടത്തിലാവണ്ട. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ലോഗ് മോഡ് സൈൻ എക്സ് എന്ന് എഴുതാം, yp എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് വരും, ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു yc പ്ലസ് yp ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു c1 cos x പ്ലസ് c2 sin x മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് മോഡ് സൈൻ എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത്.